ഒരു പെൺകുട്ടി നടന്നു വരുന്ന കണ്ടാൽ എന്താ പറയുന്നത് പുരുഷന്മാർ? ഒരു ചരക്ക് വരുന്നെന്നാണ് പറയുന്നത്. അതിന് നല്ല ചരക്ക് വസ്തുവാ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അത് സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ വർദ്ധിച്ചിട്ടൊന്നുമില്ല. ഉള്ളത് നമ്മൾ എന്ന് പറഞ്ഞാൽ ക്യാമറ ആ ഭാഗത്തേക്കൊന്ന് പിടിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ വീട്ടിനകത്തേക്കൊന്ന് പിടിച്ചാൽ മതി ക്യാമറ. എങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്നറിയാൻ പറ്റും. ആണായിരിക്കുന്ന മോനോട് ഒരിക്കലും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല, അവനെ അഴിച്ചു വിടത്തേ ഉള്ളൂ. ഇതേ സ്ത്രീകൾ തന്നെ പെൺകുട്ടികളോട് എന്ത് പറയും? പുരുഷന്മാരെ എങ്ങനെങ്കിലും നീ സംഘടിപ്പിച്ച് നിർത്തുന്നതിന് നീ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്ത്രീകൾ എങ്ങനെയാണ് പെരയ്ക്കകത്ത് ഒളിച്ചിരിക്കാനായിട്ട്, എങ്ങനെയാണ് പുറത്തിറങ്ങാതിരിക്കുന്നതിന് ആദ്യമായിട്ട് അവർ പഠിപ്പിക്കുന്ന ഒരു വരിയാണ്, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി എന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന് പഠിപ്പിക്കും. ഒറ്റ പുരുഷന്മാരെടുത്ത് സ്വന്തം മക്കളായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ആൺതരികളോട് ഒരിക്കലും ഒരു സ്ത്രീ ഒന്നും പറയാതിരിക്കുന്നത് പുരുഷന്മാരുടെ ഈ സംഘടിത ബോധത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. സ്ത്രീവിരുദ്ധതയെന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും മതമെന്ന് പറയുന്നതൊക്കെ മുഴുവൻ ദിനവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വീടുകളിനകത്തിരിക്കുന്നവർക്ക് പുറത്തിറങ്ങി പറയേണ്ടാത്ത, ആരും കാണാതെ പറയാം, ഒളിച്ചിരുന്ന് പറയാം എന്നറിയുന്നത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വെറുപ്പും വിദ്വേഷവും ഉള്ളത്. സ്ത്രീവിരുദ്ധത എഴുതുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ ആളുകൾ പെട്ടെന്ന് ചീത്തയായി പോയതല്ല. അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു.